അപ്പർ കാസ്റ്റിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ കറപ്റ്റഡ്. ലോവർ കാസ്റ്റിലുള്ള ഉദ്യോഗസ്ഥര് ഇവർക്കെതിരെ കേസ് ചാർജ് ചെയ്യുക അന്വേഷണ ഉദ്യോഗസ്ഥന്മാരായി പോയി. ഈ ലോവർ കാസ്റ്റിൽ നിന്നുള്ള ആൾക്കാർ അവിടെ ജഡ്ജിമാരായിട്ടിരുന്ന അപ്പർ കാസ്റ്റിനെതിരെ വിധി പറയാൻ തുടങ്ങി. ഞാനീ പറയുന്നത് അവിടുന്ന് ആ സംഭവങ്ങളൊക്കെ മാറിപ്പോയി കഴിഞ്ഞപ്പോൾ ഇവർക്കിത് ഒരു കാരണവശാലും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത്. വീണ്ടും മൊണാർക്കി തിരിച്ചു തരണം. ഈ മൊണാർക്കിക്കകത്ത് ആൾക്കാർ ഭരണമില്ലെങ്കിൽ നിങ്ങൾ ഒന്നുമല്ലല്ലോ, രാജഭരണം നശിച്ചു കഴിഞ്ഞാൽ ഇല്ലാതായി കഴിഞ്ഞാൽ അവരെ ഏത് പുല്ലന് വേണം, ആരവരെ മൈൻഡ് ചെയ്യുന്നത്? പക്ഷെ ഇപ്പോഴും നമുക്കറിയാമല്ലോ, ഒരു ഇന്ത്യൻ ഒരു രീതി ഉണ്ടല്ലോ, ഒരു രാജാവായിരുന്നു, ഒരു നമ്മൾ പറയിച്ചു വലിയ രാജാവാണ്, രാജകുടുംബം, ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെയുള്ള ദലിത് മറ്റേ മാർജിനലൈസ്ഡ് ഉള്ള OBC അങ്ങനെയുള്ള കമ്മ്യൂണിറ്റി ഈ പുലന്മാരെ മൈൻഡ് ചെയ്യത്തില്ല. അതാണ് ഇവർക്ക് പ്രശ്നം. കാരണം എലക്ഷൻ നടത്തി കഴിയുമ്പോൾ മെജോറിറ്റി ആൾക്കാർ വോട്ട് ചെയ്തിട്ടില്ല അവിടെ ഭരണത്തിൽ വരുന്നത്. അതവർക്ക് പറ്റത്തില്ല. ഒരു ചെറിയ മൈനോറിറ്റി ഉള്ള അവിടുത്തെ അപ്പർ കാസ്റ്റ് അവർക്ക് വീണ്ടും ഭരണത്തിൽ വരണം. ഇത് പഴയ പോലെ അവർക്ക് പഴയ രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഇവിടെയാണ് ഉണക്കുണ്ടായി പ്രശ്നമായത്. ഇത് പ്രതിഷേധമായി. ഇതിന് മറ്റൊരു കാര്യമുണ്ട്, ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവമുണ്ട്. ഒഫീഷ്യലി അവിടെ 1.42% ഉള്ളൂ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. പക്ഷെ യഥാർത്ഥത്തിൽ അവിടെയുള്ള വലിയൊരു സമൂഹം, വലിയൊരു വിഭാഗം ദലിത് കമ്മ്യൂണിറ്റി അവർ കൺവേർട്ടഡ് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യനാണ്.